തമിഴ്നാട്ടിൽ ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേറി മാസങ്ങൾ പിന്നിടുന്നതിനിടെ നിർണായക മാറ്റങ്ങൾ നടപ്പിലാക്കാൻ സാധ്യത. പ്രാദേശിക റിപ്പോർട്ടുകൾ വിശ്വസനീയമാണെങ്കിൽ വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകം മന്ത്രിസഭയിലെ 2 മന്ത്രിമാരെ നീക്കിയേക്കും. മാനവവിഭവശേഷി മന്ത്രി ഡി ശരത്കുമാറും സാമൂഹികക്ഷേമ വനിതാ ശാക്തീകരണ മന്ത്രി കെ ജഗദീശ്വരിയും അടുത്തിടെ വലിയ വിവാദങ്ങളിൽ അകപ്പെട്ടിരുന്നു. ഇവരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി ശുദ്ധീകലശം ചെയ്യാനാണ് വിജയ് പദ്ധതിയിടുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വോട്ട് ചെയ്യാൻ പണം വിതരണം ചെയ്തതായി ആരോപിച്ച മന്ത്രി ഡി ശരത്കുമാറിനെതിരെ ഈ ആഴ്ച ആദ്യം പരാതി ലഭിച്ചിരുന്നു. ശരത്കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പണം വിതരണം ചെയ്യുന്ന വീഡിയോ വൈറലായതിനെ തുടർന്ന് ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡിന്റെ പ്രതിനിധി വിസാരണയെ നാഗർ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ ഒരു പരാതി നൽകിയിരുന്നു. കൂടാതെ മന്ത്രി ശരത്കുമാർ ഒരു ATM കാർഡ് ഉപയോഗിച്ച് വെളുത്ത വസ്തു പൊടിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹം അന്വേഷണവും നേരിടുന്നുണ്ട്. മന്ത്രി മയക്കുമരുന്ന് ഉപയോഗിച്ചെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ഉയർന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾ അദ്ദേഹം തള്ളിയിരുന്നു. മരുന്ന് പൊടിക്കുന്ന 2 വർഷം പഴക്കമുള്ള വീഡിയോ മനഃപൂർവ്വം തെറ്റായി ചിത്രീകരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മന്ത്രി ജഗദീശ്വരിയുടെ പേരിലെ വിവാദവും പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. സർക്കാർ പരിപാടിയുടെ ബാനറിൽ തന്റെ പേര് രണ്ടാമതായി എഴുതിയതിൽ പ്രതിഷേധിച്ച് ജില്ലാ കളക്ടറോട് പരസ്യമായി മന്ത്രി ശോഭിച്ചത് വലിയ വിവാദമായിരുന്നു. ചടങ്ങിൽ പങ്കെടുത്ത മറ്റൊരു മന്ത്രിയായ കീർത്തനയുടെ പേര് ബാനറിൽ ആദ്യവും ജഗദീശ്വരിയുടെ പേര് രണ്ടാമതുമാണ് അച്ചടിച്ചിരുന്നത്. ഈ രീതിയാണ് ജഗദീശ്വരിയെ ചൊടിപ്പിച്ചത്. വിവാദം തലപൊക്കിയതോടെ സർക്കാരിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത്. മന്ത്രി കീർത്തനയുമായി ജഗദീശ്വരിക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നേതൃത്വം ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും പാർട്ടിക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കാൻ ഇരുവരെയും ഉപദേശിച്ചതായും റിപ്പോർട്ടുണ്ട്. അതേസമയം സർക്കാർ അധികാരത്തിലേറി അധികനാൾ പിന്നിടുന്നതിന് മുമ്പ് വിവാദങ്ങൾ തലപൊക്കിയതിൽ വിജയ്ക്ക് അതൃപ്തിയുണ്ടെന്നാണ് വിവരം. ഈ സാഹചര്യത്തിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ തുടക്കത്തിൽ ഇങ്ങനെയൊരു രീതി അവലംബിച്ചാൽ പിന്നീട് സർക്കാരിന് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന ആശങ്കയും പാർട്ടിക്കുള്ളിലുണ്ട്. എന്നിരുന്നാലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് പുനഃസംഘടന നടക്കാൻ സാധ്യതയില്ല. അതേസമയം AIADMKയിലെ 7 സിറ്റിംഗ് MLAമാർ ഇതുവരെ രാജിവെച്ചിട്ടുണ്ട്. അവരിൽ ഭൂരിഭാഗവും ഇതിനോടകം TVKയിൽ ചേർന്നിട്ടുണ്ട്. ഒഴിവുള്ള ഈ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിനിടെ തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. TVK MLA കോഴ വാഗ്ദാനം ചെയ്തെന്ന പരാതിയിൽ പ്രമുഖ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും IPDS സ്ഥാപകനുമായ C തിരുനാവക്കരസ്, DMK നേതാവ് സെന്തിൽ ബാലാജിയുടെ 2 വിശ്വസ്തർ എന്നിവരാണ് പിടിയിലായത്. ട്രിപ്ലിക്കേൻ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ചെന്നൈ പോലീസ് അറസ്റ്റ് വിവരവും ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ പുറത്തുവിടുകയായിരുന്നു. സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ പിന്തുണയ്ക്കാനായി 35 കോടി രൂപ കോഴ വാഗ്ദാനം ചെയ്ത് തിരുനാവക്കരസ് ഫോൺ ചെയ്തെന്ന കൃഷ്ണഗിരിയിലെ TVK MLA AN ഇളയരാജയുടെ പരാതിയാണ് അറസ്റ്റിലേക്ക് നയിച്ചത്. വിജയ് സർക്കാരിനെ വീഴ്ത്താൻ സെന്തിൻ ബാലാജിയുടെ നേതൃത്വത്തിൽ DMK നീക്കം നടത്തിയതായും പോലീസ് വാർത്താക്കുറിപ്പിറക്കി. സർക്കാരിനെ വീഴ്ത്താനുള്ള DMKയുടെ നീക്കം രഹസ്യാന്വേഷണ വിഭാഗം തകർത്തെന്നാണ് TVK നേതാക്കൾ അവകാശപ്പെട്ടത്. 35 കോടി വരെ MLAമാർക്ക് വാഗ്ദാനം ചെയ്തായിരുന്നു നീക്കം നടന്നത് എന്നും മന്ത്രി നിർമ്മൽ കുമാർ വിവരിച്ചു. TVK MLAമാരെ പാർട്ടിയിൽ നിന്ന് രാജിവെപ്പിക്കുന്നതിനായി 35 കോടി രൂപ കോഴ വാഗ്ദാനം ചെയ്തു. വാഗ്ദാനത്തിൽ വീഴാത്തവരെ ഭീഷണിപ്പെടുത്തിയതായും TVK നേതാക്കൾ പറഞ്ഞു. ആകെ 15 TVK MLAമാരെ ലക്ഷ്യമിട്ടായിരുന്നു അട്ടിമറി നീക്കം. ഇതിൽ 12 MLAമാരെ പ്രതികൾ പലപ്പോഴായി ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് വ്യക്തമാകുന്നത്. അതിനിടെ വിജയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് DMK ഗവർണറെ സമീപിച്ചതിനും ഇന്ന് തമിഴ്നാട് സാക്ഷ്യം വഹിച്ചു. അധികാരം നിലനിർത്താനായി വിജയ് കുതിരക്കച്ചവടത്തിന് ശ്രമിച്ചതായി RS ഭാരതി ആരോപിച്ചു. ഇക്കാര്യത്തിൽ വിജിലൻസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് DMK ഗവർണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൈക്കോയുടെ വെളിപ്പെടുത്തൽ തെളിവായി എടുക്കണമെന്നാണ് DMKയുടെ ആവശ്യം. 2 MLAമാർ രാജിവെക്കണമെന്നും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാമെന്നും വൈക്കോ MDMK യോഗത്തിൽ പറയുന്ന വീഡിയോ പുറത്തുവന്നിരുന്നു. ഇതാണ് DMK ആയുധമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.